ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമുക്കെല്ലാവർക്കും ഇന്നൊരു റോഡ് ട്രിപ്പ് പോയാലോ? ഇന്നത്തെ നമ്മുടെ യാത്ര സൗദി അറേബ്യയിലെ ഒരു വിദൂര കൃഷി സ്ഥലത്തേക്കാണ്. സൗദി അറേബ്യയിലെ കൃഷിയിടം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷിയിടവും ഇതെല്ലാം നമ്മൾ കണ്ടു വളർന്നത് കൊണ്ട് നമുക്ക് അതൊരു അത്ഭുതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു അവധി ദിവസമായി വെറുതെ റൂമിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഹൃത്ത് ഉമേഷേട്ടൻ വിളിച്ചത്, നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ എന്ന്. ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ ഇറങ്ങി. ഒരുപാട് ചെറിയ കൃഷിയിടങ്ങളുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അൽഖോർ. ജിദ്ദയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരമാണ് അൽഖോറിലേക്ക് ഉള്ളത്. ഏകദേശം 2 മണിക്കൂർ യാത്രയും വരും. നമുക്ക് കാണാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ വരണ്ട പ്രദേശം. ഇവിടെ നമുക്ക് ഒരു കൃഷിയിടം, ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു കൃഷിയിടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതിനെ ഒരുപാട് എഫേർട്ട് എടുത്ത ആളുകൾ, അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അത്ഭുതമായ കാര്യമാണ്. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്കാൾ മനോഹരമാണ് പോകുന്ന വഴിയിൽ കാണുന്ന വഴിയോര കാഴ്ചകൾ. വരണ്ട ഭൂപ്രദേശമാണെങ്കിലും നമ്മൾ ഏതോ അന്യഗ്രഹത്തിലെത്തിയ പോലെയാണ് ചുറ്റും കാണുന്ന കാഴ്ചകൾ. വരണ്ട മലപ്രദേശങ്ങളെ മകഞ്ഞു മാറ്റി പോകുന്ന റോഡുകൾ അതിമനോഹരമായിട്ടുണ്ട്. യാത്ര നമ്മൾ തുടരുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മുടെ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിചിത്രമായ കല്ലുകൾ കൂട്ടിയിട്ട പോലുള്ള മലകൾ, മണൽപ്പരപ്പുകൾ, ഇതെല്ലാം നമ്മുടെ യാത്രയെ മറ്റൊരു അനുഭൂതിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഇത് നമ്മുടെ ഭൂമിയിലുള്ള സ്ഥലം തന്നെയാണ് എന്നുപോലും നമുക്ക് തോന്നുകയാണ്. ഏതോ അന്യഗ്രഹത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി. വളരെ മനോഹരം, പറയാൻ വാക്കുകളില്ല. ഈ യാത്ര നല്ലൊരു അനുഭൂതിയാണ്. തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് വരേണ്ടതാണ്. നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ അത്ര എക്സൈറ്റ് ചെയ്യണം എന്നില്ല. കാരണം നമ്മൾ മാവും തോട്ടവും പ്ലാവും വാഴയും എല്ലാം നമ്മൾ ഒരുപാട് കണ്ട കാഴ്ചകളാണ്. എന്നാൽ നമ്മൾ ഈ പോകുന്ന വഴി നമുക്കതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. തീർച്ചയായും ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇത് വളരെ മനോഹരമാണ്. ഒരുപാട് രാത്രി ഈ ഒരു റൂട്ട് അത്ര സേഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജനമായ വഴിയാണ്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ റൂട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവസാനം ബുസ്റ്റൻ അൽ റീഫ് ഫാമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ പുറത്ത് കണ്ട വരണ്ട ഭൂമി പ്രദേശമല്ല നമ്മൾ ഉള്ളിൽ കാണുന്നത്. ഇവിടെ പച്ചപ്പ് വെച്ച ഈന്തപ്പനകളും മാങ്ങ തൂങ്ങിക്കിടക്കുന്ന മാവുകളും പച്ചപ്പ് പൊതിഞ്ഞ അന്തരീക്ഷമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ അൽഖോറിലെ ബുസ്റ്റൻ അൽ റീഫ് ഫാമിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. വാഴത്തോട്ടങ്ങളും മാവിൻ തോട്ടങ്ങളും പ്ലാവിൻ തോട്ടങ്ങളും ഈന്തപ്പനകളും എല്ലാം നിറഞ്ഞ ഒരു സമൃദ്ധമായ കൃഷിയിടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെത്തിയ പ്രതീതി. ചെറുപ്പത്തിൽ വെക്കേഷൻ സമയത്ത് മാവിൻ ചോട്ടിൽ ഊഞ്ഞാലിട്ട് കളിച്ചിരുന്ന ഒരു ബാല്യം, ഇതെല്ലാം ഞാൻ ഓർത്തു പോവുകയാണ് ഇവിടേക്ക്.
അങ്ങനെ ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് ഒരു പച്ചമാങ്ങ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ കഴിച്ചു നോക്കുകയാണ്. അത്യാവശ്യം പുളിപ്പുണ്ട്, എങ്കിലും ഒരു ടേസ്റ്റുള്ള ഒരു പുളിപ്പാണ്. ഒരു ഭയങ്കര പുളിപ്പില്ല, എങ്കിലും ചെറിയ രീതിയിൽ. ഇതിന് പുറമെ ഇവിടെ ആടിനെ വളർത്തി സെയിൽ ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഭാഗത്തുള്ള ആളുകളുടെ പ്രധാന വരുമാന മാർഗം ആടിനെ വളർത്തി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ആടുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് കൂടെ ഇവിടെ ഒരു കീരിയുടെ ഒരു ഫാം കൂടെ ഇവിടെയുണ്ട്. ഇത് എന്തിനാണ് കീരിയെ വളർത്തുന്നത് എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻ്റ് ഇടുക. പച്ചമാങ്ങയാണെങ്കിലും ഇളം പുളിയോടുകൂടിയുള്ള മാങ്ങ നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ ഇതിൻ്റെ പഴുത്ത മാങ്ങ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെയാണ് മാങ്ങ വിൽക്കുന്ന സ്ഥലം. ഏകദേശം 7 കിലോ 8 കിലോ വരുന്ന ഒരു ബോക്സ് മാങ്ങയ്ക്ക് 50 റിയാലാണ് ചാർജ്. അവിടെ നിന്ന് ഒരു പഴുത്ത മാങ്ങ ടേസ്റ്റ് ചെയ്തു. കൊള്ളാം, ടേസ്റ്റുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നീട് ഒരു ബോക്സ് മാങ്ങയും വാങ്ങി തിരിച്ച് ഞങ്ങൾ ആ സ്ഥലത്തോട് യാത്ര പറയുകയാണ്. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി വീണ്ടും ഈ ചാനൽ ഞങ്ങൾ തുടരും. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. താങ്ക് യു.